തിരുവനന്തപുരം തിരുച്ചുട്ടപ്പാറയിൽ തീപിടുത്തം. ഇന്ന് ഉച്ചയ്ക്ക് പടർന്ന തീ ഇതുവരെയായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. 7 മണിക്കൂറായി തീയെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ചന്തു ചന്ദ്രശേഖരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് എന്ന് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എത്രത്തോളം ആളുകളെ ബാധിക്കുന്നുണ്ട്? ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്? ഇതൊരു ജനവാസ മേഖലയല്ല, കുറച്ച് കാട് വരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖല അല്ലാത്തത് കൊണ്ട് വലിയ ആശങ്കയില്ലെങ്കിൽ പോലും വലിയ തരത്തിൽ തീ ഇങ്ങനെ പടരുന്നുണ്ട്. കാരണം ഉണങ്ങിയ പുല്ലുകളാണ്, വേനൽ കടുത്തു നിൽക്കുന്ന സമയമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അടിക്കാടുകൾക്കാണ് കൂടുതലായിട്ടും തീ പടർന്നിട്ടുള്ളത്. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാകുകയായിരുന്നു. അത് പക്ഷേ വലിയ രീതിയിൽ ഇങ്ങനെ വ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സിന്റെ യൂണിറ്റ് എത്തി അവിടെ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. വലിയ രീതിയിലൊരു പ്രശ്നം അനുഭവിക്കുന്നത് ഈ വാഹനമൊന്നും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും ഒക്കെ അത്തരത്തിലൊരു പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നത് അപേക്ഷിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ല. ആളഭയമോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ തീ ഇങ്ങനെ വ്യാപിക്കുന്നത് ആശങ്ക ഉണർത്തുന്നുണ്ട്. എന്തായാലും തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. 7 മണിക്കൂറായുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിക്കാടുകളാണ് കൂടുതലും കത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടിക്കാടുകൾ ആദ്യം തീ അടിക്കാടുകളിൽ അണയ്ക്കുകയും അതിനുശേഷം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച തീ കെടുത്തുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഈ അടിക്കാടുകളിൽ പടർന്ന തീ അണയ്ക്കാൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ നിയന്ത്രണ വിധേയമാകുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതർ നൽകുന്ന വിവരം. ചന്തു ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തിരുച്ചുട്ടപ്പാറയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഉച്ചയ്ക്ക് പടർന്ന തീ 7 മണിക്കൂറായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അടിക്കാടുകൾക്ക് തീ പിടിച്ചതുകൊണ്ട് തന്നെ വാഹനം എത്തിക്കാൻ പ്രയാസമുള്ളതിനാലും രക്ഷാപ്രവർത്തനം, തീ അണയ്ക്കാനുള്ള ശ്രമം ദുരിതപരമായി തന്നെ തുടരുകയാണ്. ഉടൻ തന്നെ തീ അണയ്ക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് പങ്കുവെക്കുന്നത്.